ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി നോക്കിയാലോ. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കടുക് ഇടാം. ഇവിടെ ഇടയ്ക്കൊക്കെ കടുകിട്ടാണ് ചിക്കൻ ഉണ്ടാക്കാറ്, കടുക് പൊട്ടിക്കാറുണ്ട്. എല്ലാവരും ഒന്നും അങ്ങനെ കടുക് പൊട്ടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാലും ടേസ്റ്റാണ്, നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള നന്നായി നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ അതിലോട്ടൊരു ഒരു അഞ്ചാറല്ല ഒരു 7-8 ചുവന്നുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചുവന്നുള്ളി ഇട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കാനുള്ളത്. നന്നായി വഴന്നിട്ടുള്ള സവോളയിലും ചുവന്നുള്ളിലോട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. നന്നായി വഴന്ന് വന്നാലേ ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സവോളയുടെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരിക്കും ഭയങ്കരമായിട്ട്. ഈ സവോള നമ്മൾ കറിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കുമ്പോഴേക്കും ഈ സവോള അങ്ങ് പൊന്തിക്കിടക്കും. ആ ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ് വരില്ല നമ്മൾ നന്നായി സവോള വഴറ്റിയില്ല എന്നുണ്ടെങ്കിൽ. സവോള നന്നായി വഴന്ന് വന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി പൊടികൾ ചേർക്കുന്നത്. ചിക്കൻ കറിയിലാവുമ്പം മല്ലിപ്പൊടി കുറച്ചധികം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോഴൊരു ഗ്രേവിക്കൊരു ഫ്ലേവറും ആ ഒരു തിക്നെസ്സും കിട്ടുള്ളൂ. നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി ആ ഒരു പച്ചമണം ഒരു കുത്തുമണം ഉണ്ടായിരിക്കില്ല മല്ലിക്ക്, അത് മാറി കിട്ടണ വരെ നമ്മളത് സോട്ട് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഈ ചിക്കൻ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയുടെ നല്ല ഒരു കുത്തുമണം മാറി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി നല്ലോണം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി സാധാ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ബാക്കി കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളറിന് വേണ്ടിയിട്ട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായിരിക്കും നല്ലത്. ഈ നമ്മുടെ സാധാ മുളക് പൊടി ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്ത് എരിവായിരിക്കും. കുരുമുളക് പൊടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഒരു എരിവുണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മൾ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി വഴറ്റി നല്ല പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ആഡ് ചെയ്ത്
അടുത്തത് ഗരം മസാലയാണ്. ഗരം മസാല കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്കൊരു നല്ല സ്മെല്ലായിരിക്കും. നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വഴന്ന് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ല മഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴാണ് ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ഗ്രേവി കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയോണ്ട് ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൽ ചിക്കനിൽ വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഒരു ഹാഫ് കുക്കാക്കി എടുക്കുന്നത് ചിക്കൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചിക്കനിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിനയിലയും ചതച്ചതാണ്. നമ്മൾ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. നല്ലൊരു ഫ്ലേവറാണ്. ചിക്കൻ കറിയുടെ മൊത്തത്തിലുള്ള ഫ്ലേവർ തന്നെ മാറ്റിക്കളയും ഈ ഒരു സംഭവം ആഡ് ചെയ്യുമ്പോൾ. നമ്മൾ നല്ല രീതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടായിരിക്കും. ആ ഒരു ഭയങ്കര വൃത്തിയായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി പാകമാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വെന്ത് ആ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റായിട്ട് വരുന്നത്. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതൊക്കെ ഒരു 5 മിനിറ്റ്സ് ചിക്കൻ വെച്ച് 5 അല്ല മോർ ദാൻ 5 മിനിറ്റ്സ് നമ്മളിപ്പോൾ ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നന്നായി ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഇതായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമുക്ക് നന്നായി ചിക്കനിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു വെള്ളത്തിൻ്റെ ഒരു പച്ചവെള്ളം ചേർത്ത് കൊടുത്താലുള്ളൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളമാണ്, നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം പാകമാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് വെച്ച് വറ്റിച്ചെടുത്ത് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ചിക്കൻ കറി ഇപ്പോൾ തള വന്നു തുടങ്ങി. നമുക്ക് അത് കുറച്ചും കൂടി ഗരം മസാലയും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറി നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി മല്ലിയിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യും. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക.